ഈ ഒരു പേരിൻ്റെ പേരിൽ ആരും എന്നെ ഇനിയും ക്രൂശിക്കരുത്. എല്ലാം ഈശ്വര ചിന്തയിലൂടെ വരുന്നുവെന്ന് വിശ്വസിക്കുന്നു. അതിനിടയിലൂടെ ചില ഇങ്ങനത്തെ നമ്മുടെ എന്താണ് ചില വട്ടുകൾ എന്ന് പറയാം, നമ്മുടേതായ ചില വട്ടുകളുടെ കൂട്ടത്തിലുള്ള വട്ടുകളാണിതെല്ലാം. നമസ്കാരം. നമ്മുടെ നാട്ടിൽ ആൾക്കാർ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എയറിൽ കയറാറുണ്ട്. എന്നാൽ ഒരു കുഞ്ഞിന് പേരിട്ട് എയറിൽ കയറിയാലോ? അങ്ങനെ എയറിൽ കയറിയ ഒരു വ്യക്തിയാണ് ഈ കാണിച്ചേക്കുന്നത് വിജയ് മാധവ്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കുഞ്ഞ് ഒരു ആൺകുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനൊരു പെൺകുഞ്ഞിന്റെ പേരിട്ട്, ഒരു ഫെമിനിൻ നെയിം ഇട്ട് ഇദ്ദേഹം അന്ന് നല്ല രീതിയിൽ വൈറലായതായിരുന്നു. അന്ന് അത്യാവശ്യം ഒന്ന് എയറിൽ കയറിയതായിരുന്നു. അന്ന് ആ കുഞ്ഞിനിട്ട പേര് ആത്മജ എന്നായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചേക്കാണ്. ആ കുഞ്ഞൊരു പെൺകുഞ്ഞാണ്. ആ കുഞ്ഞിന്റെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അത്രയും ഭീകരമായിട്ടുള്ളൊരു പേരാണ്. അപ്പൊ നമുക്ക് ഏതായാലും ആ പേരെന്താണെന്നൊന്ന് കേൾക്കാം. ഞാനിവിടെ പേരെഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ശേഷം എനിക്ക് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുമ്പോൾ പേര് പിന്നെ പറയാം, പേരിട്ടിട്ടില്ല അല്ല, അങ്ങനെയൊന്നും എനിക്ക് പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എനിക്കങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ ഇപ്പോൾ എനിക്ക് കണ്ടുപിടിച്ചിട്ടില്ല, ഞാൻ പറയും പേര് കണ്ടുപിടിച്ചില്ല. ഇത് നമ്മൾ പേരും കണ്ടുപിടിച്ച് രജിസ്ട്രേഷൻ എഴുതിയും കൊടുത്തതിന് ശേഷം ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കരുതി ഒരുപാട് പേര് ഇത് ആഗ്രഹിച്ചിരിക്കുന്നു. പോസിറ്റീവായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നില്ല കേട്ടോ, എനിക്കറിയത്തില്ല എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും ഈ പേരെന്നുള്ളത്. പക്ഷേ എന്നാലും ഇതും തീർച്ചയായിട്ടും എന്നിലേക്ക് വന്ന പേരാണ്. അപ്പോൾ എല്ലാവരുടെയും ചോദിക്കുമ്പോൾ എനിക്ക് നോ പറയാനും പറയാതിരിക്കാനും പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ പേര് പറയുകയാണ്. നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ ആളുടെ മോളുടെ പേരിപ്പോൾ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മ, അതാണ് പേര് കേട്ടോ. നല്ല കിടിലം പേരല്ലേ? നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു പേര് ആരെങ്കിലും ഇടുവോ? കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ് ഓം പരമാത്മ. പരേതാത്മാവെന്ന് ഇടാഞ്ഞത് ഭാഗ്യം. ഈ പരമാത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓം പരമാത്മ, ഓം ചേർത്ത് എന്തെങ്കിലും ഒരു പദം പറയുമ്പോൾ അതൊരു മന്ത്രമാണ്. യൂഷ്വലി അങ്ങനെയാണ് നമ്മൾ കേട്ടുള്ളത്. ഓം പരമാത്മ അതൊരു മന്ത്രമാണ്. ആ മന്ത്രമാണോ കുഞ്ഞിന് പേരായിട്ട് സജസ്റ്റ് ചെയ്യേണ്ടത്? പേരായിട്ട് ഇട്ടു, സജഷൻ മാത്രമല്ല, അവർ ഇട്ട് കഴിഞ്ഞു, പേരായിട്ട് ഇട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒഫീഷ്യൽ നെയിമാണ് ഓം പരമാത്മ. ഒരു പെൺകുഞ്ഞാണ്. പിന്നെ അത് അവരുടെ കുഞ്ഞാണ്, അവരുടെ ഇഷ്ടമാണ്, അവരുടെ താല്പര്യമാണ്. അതിനകത്ത് കയറി ഒരുപാട് ഇടപെടാൻ നമുക്ക് പറ്റില്ല. പക്ഷെ എന്നാലും ആ കുഞ്ഞിനെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേണ്ടേ പേരിടാൻ? ഇദ്ദേഹത്തിന് തോന്നുന്ന പേര്, വായി തോന്നുന്ന പേര് അങ്ങ് ഇടുവാണ്. ഒരു കൺസിഡറേഷനും ഇല്ല, ആരുടെയും ഒരു കാര്യവും കേൾക്കുന്നില്ല. അദ്ദേഹത്തിന്റെ താല്പര്യമാണ്, അദ്ദേഹം അങ്ങ് ഇടുകയാണ്. പക്ഷേ ഭാവിയിൽ ആ കുഞ്ഞ് നേരിടാൻ പോകുന്ന ബുള്ളിങ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ടീച്ചർമാർ പോലും ചിരിക്കും ഈ കുഞ്ഞിന്റെ പേര് വായിക്കുമ്പോൾ. കാരണം ഒരു കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റിയ ഒരു പേരല്ല. അല്ലാതെ ഈ നമ്മുടെ നാട്ടിൽ ഈ സന്യാസിമാരൊക്കെ തന്നെ സന്യാസം സ്വീകരിക്കത്തില്ലേ, സ്പിരിച്വൽ പാത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവര് ഇത്തരത്തിലുള്ള പേര് അവർക്ക് സ്വയം ഇടാറുണ്ട്. സ്വയം പ്രഖ്യാപിച്ച് അവർ സ്വയം അങ്ങനെ അങ്ങ് വിശേഷിപ്പിക്കാറുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു പേര് ഓം ചേർത്ത് ഒരു സന്യാസിയുടെ പേര് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായിരിക്കാം. അപ്പൊ യൂഷ്വലി സന്യാസിമാരും ഒക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള പേര് സ്വീകരിക്കുന്നത്. അല്ലാതെ ഒരു പൊടിക്കുഞ്ഞിന് ഇങ്ങനെ ഒരു പേര് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ബോധം എത്രത്തോളമാണ്? ഇനി എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു പേരിലേക്ക് എത്തിയത് എന്നും കൂടി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ഭയങ്കര തമാശയാണ്. ലൈക്ക് അതെല്ലാം എൻ്റെ വിഷനി വരുന്നതാണ്. ഞാനിതൊന്നും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെറൈറ്റി പേരിടണമെന്ന് നിശ്ചയിക്കുന്നതോ ഒന്നുമല്ല. എനിക്കെല്ലാം തോട്ടാണ്. നമ്മുടെ ആ ഒരു തോട്ടിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ അങ്ങ് പോവുകയാണ്. അപ്പം നമ്മുടെ വിശ്വാസത്തിൽ എന്നിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അതിലൂടെ വരുന്നതെല്ലാം അങ്ങനെ ആയിരിക്കുമെന്നും നമ്മളങ്ങ് കരുതുകയാണ്. അതിലാണ് നമ്മുടെ ഒരു യാത്ര. ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടി അത് ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ജനിച്ചപ്പോൾ മാത്രമാണ് അറിഞ്ഞത്. അപ്പം അപ്പോഴും എനിക്ക് വന്ന പേര് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യവും ഇടാൻ തീരുമാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആണാണേലും പെണ്ണാണേലും ആ പേര് തന്നെ അത് വരത്തുള്ളായിരുന്നു. കാരണം അത് ദേവിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ചിലർക്കിത് കേൾക്കുമ്പോൾ വെറും മണ്ടത്തരമായ വിശ്വാസങ്ങളെന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ എൻ്റെ കണ്ണിൽ എനിക്ക് ചില തോന്നലുകൾ, എൻ്റെ കാതിൽ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ചില ഫീലിങ്ങുകൾ, ഇതിലൂടെയാണ് എൻ്റെ യാത്ര. അതല്ലാതെ ഞാൻ ഒന്നും ദൂരെ നിന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരും അങ്ങനെയൊന്നുമില്ല. എന്നിലേക്ക് ഇങ്ങനെ വരും. ആ വരുന്നതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യും. കേട്ടില്ലേ? എല്ലാം മായയാണ് എന്ന് പറയുന്നത് പോലെ പുള്ളിയുടെ ബോധമണ്ഡലത്തിൽ ഉദിച്ച ഒരു പേര് ഓം പരമാത്മ. അതൊരു മന്ത്രം പുള്ളിയുടെ ബോധമണ്ഡലത്തിൽ അങ്ങനെ വന്നു. ഒരു ഇൻഡ്യൂഷൻ പോലെ വന്നു, ഒരു തോന്നൽ പോലെ അങ്ങ് വന്നു. അദ്ദേഹത്തിന് തോന്നുന്ന കാര്യമൊക്കെയാണ് പേരുകളായിട്ട് നിർദ്ദേശിക്കുന്നത്, പേരുകളായിട്ട് കുഞ്ഞിന് കൊടുക്കുന്നത്. തൊട്ടടുത്തൊരു ഭാര്യ ഇരിപ്പുണ്ട്. ആ കഷ്ടപ്പെട്ട് കുഞ്ഞിനെ പ്രസവിച്ച ഒരു ഭാര്യ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ ഫേസിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പുള്ളിക്കാരി ചിരിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ചിരിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പുള്ളിക്കാരിക്കൊരു സേയിങ് ഇല്ല,
പുള്ളിക്കാരിക്ക് ഒരു അഭിപ്രായമില്ല എന്ന് നമുക്ക് അതിനകത്തുനിന്ന് വ്യക്തമാണ്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ? ഇത് അന്ധവിശ്വാസമായിട്ട് നമുക്ക് കരുതാൻ വേണ്ടി വരത്തുള്ളൂ. മോർ ലൈക്ക് ഇദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു മാനസിക പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു വട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ കുഞ്ഞിനും ഇതുപോലെ ഒരു തോന്നലിന്റെ പേരിലാണ് പേരിട്ടത്, രണ്ടാമത്തെ കുഞ്ഞിനും അതുപോലെ ഒരു തോന്നലിന്റെ പേരിൽ പേരിട്ടു. ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു പേര് അദ്ദേഹം തീരുമാനിക്കുന്നത്. കുഞ്ഞ് വയറ്റിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തീരുമാനിച്ച പേരാണ്. ഇനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ പേര് തന്നെ കുഞ്ഞിന് ഇടും അത്രേ. ഇട്ടോട്ടെ, അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇട്ടോട്ടെ. പക്ഷേ ആ കുഞ്ഞിനെ ഒന്ന് കൺസിഡർ ചെയ്യണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വളർന്നു വലുതായി സ്കൂളിൽ ചെന്നപ്പോൾ ആ കുഞ്ഞിന്റെ സഹപാഠികൾ ആ കുഞ്ഞിനെ എങ്ങനെയായിരിക്കും വിളിക്കുന്നത്? ടീച്ചർമാർ എങ്ങനെയായിരിക്കും വിളിക്കുന്നത്? ഭാവിയിൽ ഏതെങ്കിലുമൊക്കെ ഒരു വേദിയിൽ ചെന്ന് കയറുമ്പോൾ ആ സമയത്തൊക്കെ ആ കുഞ്ഞ് നേരിടുന്ന പരിഹാസം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. പരിഹസിക്കും, ആൾക്കാർ പരിഹസിക്കും. നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലേ, എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ നോക്കിയിരിക്കുവാണ് ആൾക്കാർ, ഉറപ്പായിട്ടും പരിഹസിക്കും. അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു പേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസം നേരിടുന്നത് ആ കുഞ്ഞായിരിക്കും. ഈ പേരിനെ പോലും ആ കുഞ്ഞ് വെറുത്തു പോവും. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകും. ആദ്യത്തെ കുഞ്ഞിന്റെ പേര് ഒരു ഫെമിനിൻ പേരാണ് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ പേരിന് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ആത്മജ എന്ന് പറയുന്നത് അതൊരു ആൺകുഞ്ഞിന് ഒരു ഫെമിനിൻ പേരിട്ടു എന്ന് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇതങ്ങനെയാണോ? കുഞ്ഞുങ്ങൾക്കിടാൻ പറ്റിയ പേരാണോ ഓം പരമാത്മ? പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് എന്നാ ഒരു കാര്യം ചെയ്യണം, ഇദ്ദേഹം ഗസറ്റിൽ കൊണ്ടുപോയി പബ്ലിഷ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ പേര് തന്നെ അങ്ങ് മാറ്റണം. ഇതിന്റെ കമന്റ് സെക്ഷനിൽ മുഴുവൻ അങ്ങനെയാണ് പറയുന്നത്. കമന്റ് സെക്ഷൻ മുഴുവൻ ഇദ്ദേഹത്തെ കളിയാക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്യുന്നത്. കൂടാതെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഭാര്യയെ ഓർത്ത് സഹതപിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ഇദ്ദേഹത്തിന് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അതെന്തോ നിമിത്തമാണ്, അതെന്തോ ഇൻഡ്യൂഷനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അതെന്തോ നിമിത്തമാണ്, ദൈവമായിട്ട് തോന്നിക്കുന്നതാണ് എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം കരുതി വെച്ചിരിക്കുന്നത്. അത് ഈ വീഡിയോയ്ക്കകത്തും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ശക്തിയോട്, അതായത് എൻ്റെ ചൂസ് ചെയ്യുന്നത് അല്ലെ എൻ്റെ ഡെസിഷൻ നമുക്ക് അനുകൂലം ആവണേ, അല്ലെങ്കിൽ നല്ലത് സംഭവിക്കണേ. അപ്പം ഇപ്പം അതും മാറ്റി എനിക്ക് കഴിഞ്ഞ ദിവസം ഈ ദേവിയുടെ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് എനിക്ക് വന്ന ഒരു കേട്ടാ, ഇതുവരെ കേൾക്കാതൊരു ശബ്ദം കേട്ടില്ലേ? അപ്പോൾ വന്ന ഒരു തോട്ടാണ്, അത് തോട്ടല്ല, വാക്കാണ്, അറിയാതെ വന്ന വാക്കാണ്. കേട്ടില്ലേ? അവർ ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നത്, അവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നതാണ്. ആ സൗണ്ട് കേട്ടതും അത് നിമിത്തമായിട്ടാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പൂച്ച കരയുന്നതും പട്ടി അലയ്ക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പാത്രം വീഴുന്നതും പല്ലി ചലയ്ക്കുന്നതും മഴ പെയ്യുന്നതും ഒക്കെ ഇദ്ദേഹം നിമിത്തമായിട്ടാണ് കരുതുന്നത്. ഇദ്ദേഹത്തിന് അതുകൊണ്ട് നല്ലതേ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങളെ ബലിയാടാക്കണോ? ആ കുഞ്ഞിനെ ആ പേര് ഒന്ന് റീകൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു, ഓക്കെ പെൺകുഞ്ഞാന്ന് അറിയുമ്പോൾ അത് മാറ്റാമല്ലോ. വീട്ടുകാരോട് അഭിപ്രായം ചോദിക്കാം, തൊട്ടപ്പുറത്തിരിക്കുന്ന ഭാര്യയോട് അഭിപ്രായം ചോദിക്കാം. എല്ലാവരും മാതാപിതാക്കളെ രണ്ടുപേരെയും കൂടിയാണ് കുറ്റപ്പെടുത്തുന്നത്. കമന്റ് സെക്ഷൻ മൊത്തം ഒരു പോസിറ്റീവ് കമന്റ് പോലും കാണാൻ പറ്റത്തില്ല. എല്ലാവരും മാതാപിതാക്കളെ രണ്ടുപേരെയും കൂടാണ് കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ആ ചേച്ചിയെ കുറ്റപ്പെടുത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. പുള്ളിക്കാരിക്ക് ഇതിനകത്തൊരു ഒരു കൺസിഡറേഷൻ ഇല്ല. പുള്ളിക്കാരിയെ കൺസിഡർ ചെയ്യാതെയാണ് ഇങ്ങനെ ഒരു പേര് തീരുമാനിച്ചത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു പേര് വന്നു. സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ പേര് തന്നെ ഇടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാണിച്ചു തരാം. അവിടെ വെച്ചാണ് താങ്കൾ ഫൈനലാക്കിയത്? മനസ്സുകൊണ്ട് അംഗീകരിച്ചത്. ഓക്കെ, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അടുത്ത പേരിനുള്ള രജിസ്ട്രേഷൻ ഞങ്ങൾ പൂരിപ്പിച്ചതായി അറിയിച്ചു കൊള്ളുന്നു. പേര് ഓം പരമാത്മ, 30/1/2025 ജനനം. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതാണ്, കഷ്ടപ്പെട്ട് സമ്മതിച്ചോണം. പുള്ളിക്കാരൻ പറയുന്ന നിർദ്ദേശം കഷ്ടപ്പെട്ട് സമ്മതിച്ചോണം, അത്രയേ ഉള്ളൂ. പുള്ളിക്കാരൻ ന്യായീകരിക്കാൻ ഓരോന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ചേച്ചിക്ക് എന്തോ സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പം ഇപ്പൊ വോയിസ് റെസ്റ്റ് ആണ്, ന്യായീകരിക്കാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ പറയുന്നുണ്ടെങ്കിലും അത് ഉള്ളിൽ നിന്നല്ല വരുന്നതെന്ന് പറയുന്നത് കേൾത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. പുള്ളിക്കാരൻ ഒരു പേര് നിർദ്ദേശിച്ചു, അത് അക്സെപ്റ്റ് ചെയ്തോണം. അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും പുള്ളി അതിനും താനെന്നുള്ളൊരു വിചാരം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. മറ്റുള്ളവരെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ആ കുഞ്ഞിനെ പ്രസവിച്ച അമ്മയുടെ അഭിപ്രായം പോലും അദ്ദേഹം ചോദിക്കുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവരുടെ അഭിപ്രായം അദ്ദേഹം ചോദിക്കത്തില്ല. സ്വയം എന്തൊക്കെയോ തോന്നലുകളുണ്ട്, സ്വയം എന്തൊക്കെയോ വിചാരങ്ങളുണ്ട്. ആ വിചാരങ്ങളാണ് സത്യം. ഇത് അന്ധവിശ്വാസം അല്ലാതെ എന്താണ് പിന്നെ? അന്ധവിശ്വാസങ്ങളെക്കാട്ടിൽ കൂടിയ ഏതോ ഒരു ഇനമാണ് ഇത്. ഭാവിയിൽ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിട്ട് മാറും. അദ്ദേഹത്തിന്റെ തോന്നലുകളെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ്, സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് നിമിത്തമാണ്, എല്ലാ കാര്യവും അദ്ദേഹത്തിന് നിമിത്തമാണ്. എന്തോ ഒരു മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ശരി എന്നാണ് അദ്ദേഹം വിചാരിച്ചു വെച്ചിരുന്നത്.
അത് ഭാവിയിൽ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിട്ട് മാറും, ഉറപ്പാണ്. നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നതല്ലേ, പല അന്ധവിശ്വാസങ്ങളുടെ പേരിൽ പല കാര്യങ്ങളും ചെയ്തു വെക്കുന്ന കാര്യം നമ്മൾ കേൾക്കുന്നതല്ലേ. നമിച്ചു. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു പേരാണ്. ആ കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ.